കടുത്ത വേനലിലും തൃശൂർ ചിമ്മിനി ഡാമിൽ സംഭരണ ശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക ജലസേചന പദ്ധതികൾക്കും ചെറുകിട വൈദ്യുത ഉൽപാദന പദ്ധതിക്കും ആശ്വാസകരമാകുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണ ശേഷിയുടെ 16% മാത്രമായിരുന്നു ഡാമിലെ ജലനിരപ്പ്. അതേസമയം വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. തൃശൂർ ജില്ലയിലെ 10,000 ഹെക്ടർ വരുന്ന കോൾപ്പാടങ്ങൾക്ക് ആശ്രയമാണ് ചിമ്മിനി ഡാമിലെ വെള്ളം. നിലവിൽ 63.97 മീറ്റർ വെള്ളമാണ് ചിമ്മിനിയിലുള്ളത്. ഇത് ഡാമിന്റെ സംഭരണശേഷിയുടെ 46%. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ജലനിരപ്പ്. വൈദ്യുത ഉൽപാദനത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് തുറന്നുവിടുന്നത്. നിലവിൽ ദിനംപ്രതി 1.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക ജലസേചന പദ്ധതി, അനുബന്ധമായി അപൂർവ ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ വനഭൂമി, ഇക്കോ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ എന്നിങ്ങനെ ചിമ്മിനിയുടെ സവിശേഷതകൾ ഏറെയാണ്. വനയാത്ര, പ്രകൃതി പഠന ക്യാമ്പ്, ജലയാത്ര, ഉദ്യാനം, അക്വേറിയം, ഏറുമാടം തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ ഇടം. പക്ഷേ കാലാകാലങ്ങളിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ചിമ്മിനിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വനം വകുപ്പും ഇറിഗേഷൻ വിനോദസഞ്ചാര വകുപ്പുകളും ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമെല്ലാം പല സമയത്ത് ചിമ്മിനിയിൽ പദ്ധതികളുമായി എത്തി. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അവശ്യ സൗകര്യങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായതിനാൽ ഒരു വിഭാഗം സഞ്ചാരികൾ മാത്രമാണ് ചിമ്മിനിയിലെത്തുന്നത്. കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സന്ദർശക വിലക്ക് നീങ്ങുന്നതോടെ ഈ അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ചിമ്മിനി ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് ഈ അവധിക്കാലത്തിലെങ്കിലും സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.